ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് സുവർണഭൂമി ഇൻ്റർനാഷണൽ എയർപോർട്ട്, അതായത് തായ്ലാൻഡിൻ്റെ തലസ്ഥാനമായ ബാങ്കോക്ക് എയർപോർട്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അപ്പോൾ ഇതിനു മുന്നേ ഞാൻ മറ്റൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ദുബായിൽ നിന്ന് ബാങ്കോക്കിലേക്കുള്ള എൻ്റെ യാത്ര വീഡിയോ ആണ്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണണം കേട്ടോ. അങ്ങനെ ഞാൻ മെട്രോ കയറാനായിട്ട് പോയി. അപ്പോൾ അത് തായ് സ്ട്രീറ്റ് ഫുഡൊക്കെ കാണുന്നുണ്ട് കേട്ടോ. അങ്ങനെ മെട്രോ വന്നിട്ടുണ്ട്. മെട്രോയിൽ ആളുകൾ ഇറങ്ങാനുള്ള തയ്യാറെടുപ്പില്ല. ഈ വന്ന മെട്രോ തന്നെയാണ് നമുക്ക് തിരിച്ചു പോകേണ്ടത്. ലാസ്റ്റ് സ്റ്റോപ്പാണ് എയർപോർട്ട് ടു പായിത്തായി എന്ന് പറഞ്ഞ സ്റ്റേഷനിലേക്കാണ് പോണത്. ലാസ്റ്റ് സ്റ്റോപ്പാണ് പായിത്തായി. അവിടെ ഇറങ്ങിയിട്ട് നമുക്ക് മറ്റൊരു സ്റ്റേഷനിലേക്ക് പോകണം. അവിടെ നിന്ന് മറ്റൊരു മെട്രോ പിടിച്ച് പോകണം. അങ്ങനെ മെട്രോയിൽ നിന്ന് ആളുകളൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മെട്രോയിൽ നിന്ന് ആളുകൾ ഇറങ്ങിയതിന് ശേഷം ഞങ്ങളെല്ലാവരും കയറി. ഒരുപാട് ആൾക്കാർ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ മെട്രോ പുറപ്പെട്ടതിന് ശേഷം നമ്മൾ പുറത്തേക്ക് നോക്കുമ്പോഴുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. വലിയ വലിയ ഓവർ ബ്രിഡ്ജുകളും അതുപോലെ തന്നെ വലിയ വലിയ റോഡുകളൊക്കെയാണ് കാണുന്നത്. 4-5 വരി പാതമുള്ള റോഡുകൾ. ഇത്തരത്തിലുള്ള റോഡുകളൊക്കെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നിർമ്മാണത്തിലാണ്. കേരളത്തിൻ്റെ ഒരറ്റം തൊട്ട് മറ്റേ അറ്റത്തേക്കുള്ള റോഡ് നിർമ്മാണമൊക്കെ തകൃതിയായിട്ട് നടക്കണം നമ്മളെല്ലാവരും കാണുന്നതാണ്. ഇത്തരത്തിലുള്ള റോഡുകളൊക്കെ ആയി മാറും നമ്മുടെ നാട്ടിൽ ആ പണി കഴിഞ്ഞാൽ ആ റോഡുകളൊക്കെ. അങ്ങനെ നമ്മതാ പായാത്തായി എന്ന് പറയുന്ന സ്റ്റേഷനിലെത്തി. ഈ സ്റ്റേഷനിൽ ഇങ്ങനെ പുറത്ത് കിടക്കാം. ഏകദേശം അരമണിക്കൂർ എടുത്തിട്ട് ഇവിടെ എത്താനായിട്ട്. അതായത് 8:45 പുറപ്പെട്ടിട്ട് 9:15 എത്തി ഇവിടെ. പുറത്തേക്ക് ഇവിടെ ഇറങ്ങുമ്പോൾ ഇവിടെ കാണാന്ന് പറഞ്ഞാൽ ഒരുപാട് കടകളുണ്ട്. കൊച്ചു കടകൾ, അതായത് ചെറിയ ചെറിയ ബിസിനസ്സുകളാണ്. മെയിനായിട്ട് ഫുഡിൻ്റെയാണ് ബിസിനസ്. അങ്ങനെ ഞാൻ വന്ന് ഇറങ്ങിയ മെട്രോ സ്റ്റേഷനിൽ നിന്ന് തന്നെ കണക്ഷനാണ് മറ്റ് ഒരു മെട്രോ സ്റ്റേഷനിലേക്ക്. ഇവിടെ കണ്ടില്ലേ, മെട്രോ സ്റ്റേഷൻ്റെ സൈഡിൽ ഗ്ലാസിൻ്റെ ഒരു തട വെച്ചിട്ടുണ്ട്. അപ്പോൾ എയർപോർട്ടിൽ നിന്ന് ഞാൻ 45 തായ് ബാത്ത് കൊടുത്തിട്ടാണ് ഇവിടെ വന്നത്. ഇവിടെ നിന്ന് വീണ്ടും നമ്മൾ 45 തായ് ബാത്ത് കൊടുത്തിട്ട് പട്ടായയിൽ പോകാനുള്ള സ്ഥലത്തേക്ക്, പട്ടായയിൽ പോണത് വേറെ സ്ഥലത്താണ് ബസ് പോണത്. ആ ബസ് പോണ സ്ഥലത്തേക്ക് വീണ്ടും 45 തായ് ബാത്തിൻ്റെ ഒരു കാർഡ്. എയർപോർട്ടിൽ നിന്ന് വന്നപ്പോൾ നമുക്കൊരു കോയിനാണ് കിട്ടിയത്. ഇവിടെ നിന്ന് വന്നപ്പോൾ നമുക്കിതാ ഒരു കാർഡ്, നമുക്ക് ദുബായിലൊക്കെ ഉള്ള പോലത്തെ ഒരു കാർഡിന് തന്നേക്കുന്നത് കേട്ടോ. നോക്കാൻ കഴിഞ്ഞാൽ അവിടെ പോയിട്ട് എങ്ങനെയാണെന്നുള്ളത്. ഭയങ്കര ടയർഡായിട്ടുണ്ട്. ഇവിടെ ഏകദേശം എത്ര 9:30 ആയിട്ടുണ്ട്. നമുക്ക് പോകാനുള്ള ട്രെയിൻ വന്നിട്ടാ. അതായത് നല്ല തിരക്കുണ്ട്. അങ്ങോട്ട് പോവാ. അങ്ങനെ മെട്രോ എത്തി. നമ്മൾ ഇപ്പോൾ വന്നിരിക്കുന്ന സ്റ്റേഷൻ്റെ പേരാണ് ഇക്കമായി. ഇവിടെ നിന്നാണ് നമുക്ക് പട്ടായയിലേക്ക് ബസ് ലഭിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ചെക്കൗട്ട് അടിച്ചതിന് ശേഷം പുറത്തേക്ക് പോകണം. പുറത്തേക്ക് പോയിട്ട് എന്തെങ്കിലും കഴിക്കണം. ഭയങ്കര വിശപ്പുണ്ട്. അപ്പോൾ നമുക്ക് തന്ന കാർഡ് ഇവിടെ ഞാൻ പഞ്ച് ചെയ്ത് പുറത്തേക്ക് പോകാൻ നോക്കുമ്പോൾ പറ്റുന്നില്ല. അവിടെ ഡ്രോപ്പ് ചെയ്യണം കാർഡ്. അതാണ് ഇപ്പോൾ ഇത്ര നേരം വൈകിയത്. അങ്ങനെ ഞാൻ ഡ്രോപ്പ് ചെയ്ത് കാർഡ് അവിടെ ഒരു ചെറിയൊരു ബോക്സ് ഉണ്ട്, അതിലിടണം. അതിന് ശേഷം പുറത്തേക്ക് പോകാൻ പറ്റുള്ളൂ. കാർഡും കൊണ്ട് പുറത്തേക്ക് പോകാൻ പറ്റില്ല നമുക്ക്. ഞാൻ യൂസ് ചെയ്ത കാർഡ് എന്ന് പറയണത് അത് 1 ടൈം യൂസിങ് കാർഡാണ്. അതുകൊണ്ട് മെട്രോയിൽ തന്നെ ഡ്രോപ്പ് ചെയ്യേണ്ടതുണ്ട്. അതാണ് എനിക്ക് അവിടെ പറ്റിയത്. അങ്ങനെ നമ്മൾ മെട്രോ സ്റ്റേഷനിൽ പുറത്തിറങ്ങിയിട്ടുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. ഒരു വലിയൊരു സിറ്റിയുടെ തിരക്കേറിയ ഒരു സ്ഥലത്തേക്കാണ് വന്നിറങ്ങിയേക്കുന്നത്. ഇവിടുന്ന് ബസ് സ്റ്റോപ്പ് ഉണ്ടെന്നാണ് പറയുന്നത് പട്ടായയിൽ പോകാനായിട്ട്. നോക്കട്ടെ എവിടെയാണെന്നുള്ളത്. ബസ് സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് ഒരു സൂപ്പർ മാർക്കറ്റ് 7C എന്നാണ് ഇത് വാങ്ങിയത്. ഒരു കേക്ക് പോലത്തെ വാങ്ങിയിട്ടുണ്ട്. റെസ്റ്റോറൻറ്റ് പാടില്ല. പിന്നെ ഒരു ജ്യൂസും. പിന്നെ ഇനി പട്ടായ പോയിട്ടുള്ളൂ ഭക്ഷണം കഴിക്കുള്ളൂ. അപ്പോൾ അത് കാരണമാണ് ഇത് വാങ്ങിയിട്ടുള്ളത്. ഫ്രഷ് ഓറഞ്ച് ജ്യൂസ്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഓറഞ്ചിൻ്റെ ആ ഫുള്ള് തരിയൊക്കെ വരുന്നുണ്ട്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പട്ടായക്ക് ടിക്കറ്റ് എടുക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ ഒരുപാട് ടിക്കറ്റ് കൗണ്ടറുകളുണ്ട് കേട്ടോ.
കൺഫ്യൂഷനാണ്. നമുക്ക് അവിടെ നിന്ന് ടിക്കറ്റ് എടുക്കുന്നത്, അവിടെ നിന്നൊക്കെ ആൾക്കാർ വിളിക്കുന്നുണ്ട്. ഞാനിവിടെ നിന്ന് ബസ്സിൻ്റെ ടിക്കറ്റ് എടുത്തു. ടിക്കറ്റ് അവിടെ പോയി ടിക്കറ്റിൻ്റെ ബാക്കി ചെയ്തിട്ടാ. അപ്പോൾ ബസ് ടിക്കറ്റ് 131 ബാത്ത് ഇട്ടാ. 131 ബാത്ത് നമുക്ക് ബാങ്കോക്ക് സിറ്റി അല്ല, ബാങ്കോക്ക് സിറ്റിന്ന് കുറച്ചുകൊണ്ട് പോകുന്നുണ്ട് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞാൽ അവിടെ ബസ് റെഡി ആയിട്ടുണ്ട്. അടുത്ത ബസ് 11:20 ഡിപ്പാച്ചർ. ഇപ്പോൾ സമയം എത്രയും നോക്കട്ടെ കേട്ടോ. അല്ല സമയം എത്ര എന്നറിയാം. അവൻ്റെ ടിക്കറ്റ് എടുക്കാത്ത അവൻ സമയം പറഞ്ഞില്ല. ആദ്യത്തെ ദിവസം വരുമ്പോഴേ നമുക്ക് ഇവിടെ ഒരു സ്മെല്ലിൻ്റെ ഒക്കെ ഒരു പ്രശ്നമുണ്ട്. കാരണം ഭക്ഷണമൊക്കെ ഇവിടെ ആവി കയറ്റിയിട്ടാണ് ഉണ്ടാക്കുന്നത് കൂടുതലും. അതായത് സ്റ്റീം ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ സ്മെല്ല് നമുക്ക് പെട്ടെന്ന് പറ്റൂല ആദ്യത്തെ ദിവസം. രണ്ടാമത്തെ ദിവസം തൊട്ട് പിന്നെ ശരിയായിക്കോളും നമുക്ക്. അപ്പോൾ ആ ഒരു ഞാൻ വന്നിറങ്ങിയിട്ടല്ലേ, ആ ഒരു ബുദ്ധിമുട്ട് എനിക്കുണ്ട്. നിങ്ങൾ വന്നാലും മിക്കവാറും നിങ്ങൾക്ക് ഉണ്ടാവും. ഇവിടെ ഭക്ഷണ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതായത് ബസ് സ്റ്റാൻഡിൽ ഭക്ഷണ സാധനങ്ങളൊക്കെ ഉണ്ട്. ഞാൻ കാണിക്കാം. ഞാൻ അവിടെ നിന്ന് മേടിച്ചത് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ് അത് മേടിച്ചത് ആദ്യം കഴിച്ച ഭക്ഷണം. ഇപ്പോൾ ഇവിടെ ഒരുപാട് സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. സോസേജിൻ്റെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്പാണ് ഈ കാണുന്നത്. ബസ് ഇവിടെ ഉണ്ട്. അപ്പോൾ ബാഗ് ഇവിടെ വെക്കാം. ബാങ്കോക്ക് ടു പട്ടായ കണ്ടില്ലേ ബസ്. വലിയ ബസ്സാണ് കേട്ടോ. ചെറിയ ബസ് പോകുന്നുണ്ട്. ഞാൻ വലിയ ബസ്സിൻ്റെ ടിക്കറ്റിന് എടുത്തത്. ഓക്കെ. അപ്പം അടുത്ത ബസ്സിന് നമുക്ക് വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ഓക്കെ, ഇത് ഓൾമോസ്റ്റ് ഫുള്ളായിരുന്നുകൊണ്ട് കേട്ടോ. ഓക്കെ, ഇവിടെ ഒരുപാട് ബസ്സുകൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ പല പല സ്ഥലത്തേക്ക് പോകണ ബസ്സുകളാണ്. നമുക്ക് ഈ വലിയൊരു ബസ്സാണ്. അപ്പോൾ ഈ ബസ് പോയതിന് ശേഷം ഈ കാണുന്ന ബ്ലൂ ബസ് ഉണ്ടല്ലോ, ഈ ബസ് പോയതിന് ശേഷമാണ് നമുക്ക് അടുത്ത ബസ് വരും. അതിലാണ് നമ്മുടെ സമയം. ഇത് 11 മണിക്ക് ഡിപ്പാച്ചർ. നമുക്ക് 11:20 ടിക്കറ്റാണ് തന്നേക്കുന്നത്. ടിക്കറ്റിന് എഴുതിയിട്ടുണ്ട് കേട്ടോ, വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് 11:20 എന്നുള്ളത്. ഉണ്ടല്ലേ, നിങ്ങൾക്ക് നോക്കിയാൽ അറിയാൻ പറ്റും. 11:20 കേട്ടാ. ഈ ബാഗൊക്കെ ഇങ്ങനെ ലൈനാക്കി വെച്ചേക്കണ്ടില്ലേ, അതെനിക്കിഷ്ടമായി. കാരണം ലൈൻ്റെ അല്ല, നമുക്ക് ഒരു ടിക്കറ്റ് വരുന്നുണ്ട് കണ്ടോ. നമ്മളെ ബാഗുമ്പോൾ ഒരു ടിക്കറ്റ് അല്ല, ടാഗ് അടിക്കും. ടാഗ് അടിച്ചിട്ട് അതിനൊരു ടിക്കറ്റ് ടാഗുമ്പോൾ കയറിയിട്ട് തന്നെ കണ്ടില്ലേ. ഈ നമ്പർ ഉണ്ട്. ഈ നമ്പർ അടിസ്ഥാനത്തിൽ ഇനി അവിടെ നിന്ന് നമുക്ക് ബാഗ് എടുത്ത് തരുമായിരിക്കും. കാരണം ബാഗുകൾ എടുത്തുകൊണ്ട് പോകുന്ന ആൾക്കാരുണ്ടാവും. പിന്നെ ബാഗുകൾ മാറണ്ട എന്ന് വെച്ചിട്ടേക്ക് ഈ നമ്പർ കണ്ട. അപ്പോൾ ഇത് കൊള്ളാം, നല്ല പരിപാടിയാണ്. അപ്പോൾ ബസ്സിലേക്ക് കയറണ്ട. പട്ടായയിൽ എപ്പോഴെത്തുന്നൊന്നും അറിയില്ല. സീറ്റ് നമ്പർ 37 ഇവിടെ അടുത്ത ടിക്കറ്റ് കൊടുക്കണം. ടിക്കറ്റ് എടുക്കാനായിട്ട് ഇവിടെ ആൾ നിൽക്കുന്നുണ്ട് കേട്ടോ. യെസ്, 37 സീറ്റ് നമ്പർ. ഓക്കെ, സീറ്റ് നമ്പർ 37 ആണ്. കൊച്ചാണ് സീറ്റ് 37. ബസ്സിൻ്റെ ഏറ്റവും ബാക്കിലാണ് കേട്ടോ. പക്ഷെ ഇവിടെ കാല് വെക്കാൻ നല്ല സ്പേസ് ഉണ്ട് കേട്ടോ. ഇത്രയും സ്പേസ് ഉണ്ട് ഇവിടെ കാലിയിട്ടുണ്ട്. എമർജൻസി ഡോറുണ്ട് ഇവിടെ. അപ്പോൾ അതിൻ്റെ പേരിൽ ഇവിടെ ഇത്രയും സ്പേസ് ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ കൂടെ ഉള്ളത് ഒരു ചൈനയിൽ നിന്ന് ആളാണ് കേട്ടോ. അയ്യോ, from China? Yeah, okay. India, China border. Friends. അങ്ങനെ ബസ് പുറപ്പെട്ടുമ്പോൾ കാണുന്നത് നമ്മൾ വലിയൊരു ഓവർ ബ്രിഡ്ജിൻ്റെ തൊട്ട് താഴത്തു കൂടെ ബസ് കടന്നു പോകണതാണ് കാണുന്നത്. അപ്പോൾ ഇത് കാണുമ്പോൾ നമ്മൾ പെട്ടെന്ന് മനസ്സിൽ ഓടി വരുന്ന എവിടെയാണ്? എറണാകുളം മെട്രോ ബ്രിഡ്ജിൻ്റെ താഴത്തെ കൂടെയുള്ള റോഡാണ് നമുക്ക് മനസ്സിൽ പെട്ടെന്ന് ഓടി വരുന്നത്. നല്ല പച്ചപ്പ് ഇട്ടാ, നമ്മളെ നാട്ടിലെ പോലെ തന്നെ നല്ല പച്ചപ്പ് കാര്യങ്ങളൊക്കെയാണ്. നമ്മുടെ കേരളവും തായ്ലാൻഡും കമ്പയർ ചെയ്യുമ്പോൾ ഭൂപ്രകൃതിയൊക്കെ ഏകദേശം ഒരേപോലെ തന്നെ കേട്ടോ. നല്ല പച്ചപ്പ് നിറഞ്ഞ സ്ഥലങ്ങളൊക്കെയാണ്. പിന്നെ എനിക്ക് ഇവിടെ വന്നപ്പോൾ ഫീലായത് കാലാവസ്ഥ നമ്മളെ നാട്ടിലെ കേരളത്തിലെ കാലാവസ്ഥ പോലെ തന്നെ. വലിയ തണുപ്പുമില്ല, വലിയ ചൂടുമില്ല, ഒരു നോർമൽ ക്ലൈമറ്റാണ്. പിന്നെ വണ്ടികളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ ഒരുപാട് വണ്ടികൾ എന്ന് പറഞ്ഞാൽ കൂടുതലും ടയോട്ടയുടെ വണ്ടികളാണ് ഞാനിവിടെ കണ്ടത്. പിന്നെ അത് കൂടാതെ വിദേശ നിർമ്മിത ചെവർലെറ്റ് അങ്ങനെയുള്ള വണ്ടികളൊക്കെ ഒരുപാടുണ്ട്.
അങ്ങനെ ഒരുപാട് ദൂരം താണ്ടി പട്ടായയിലെത്തി ഞങ്ങൾ. പട്ടായയിലെത്തിയത് ബസ്സിൽ നിന്ന് എല്ലാവരും ഇറങ്ങുന്നു. ഏറ്റവും ലാസ്റ്റാണ് ഞാൻ ഇറങ്ങുന്നത്. വേറെ ഒന്നല്ല, ഏറ്റവും ലാസ്റ്റ് ആയിരുന്നു എനിക്കുള്ള സീറ്റ്. ഇവിടെ നിന്ന് ഹോട്ടലിലേക്ക് പോകണം. ഹോട്ടലിലേക്ക് പോകാനായിട്ട് പല മാർഗ്ഗങ്ങളുണ്ട്. ബൈക്ക് ടാക്സി ഉണ്ട്, പിന്നെ ഷെയർഡ് ടാക്സി ഉണ്ട്. ഈ കാണുന്ന ബസ് ഞാൻ വന്ന ബസ്സാണ് ആ പോണത്. ഞങ്ങളുടെ തൊട്ട് ബാക്കിൽ തന്നെ വേറൊരു ബസ് വന്നിരുന്നു. ഇതാണ് ആ ബസ്. ഈ വന്നിരിക്കുന്നത് പട്ടായ ബസ് സ്റ്റാൻഡിലാണ്. ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങളിപ്പോൾ ഈ കാണുന്നത് പട്ടായ ബസ് സ്റ്റാൻഡാണ് ഈ കാണുന്നത്. ഇവിടെ നിന്ന് തന്നെയാണ് തിരിച്ച് ബാങ്കോക്കിലേക്ക് നമുക്ക് പോകേണ്ടത്. ഇവിടെ ബസ് സ്റ്റാൻഡിൽ നമുക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുപാടുണ്ട്. അപ്പോൾ ഈ കാണുന്ന ആളുകളൊക്കെ ഇരിക്കുന്നത് ബാങ്കോക്കിലേക്ക് പോകാനാണ്. പിന്നെ ഇവിടെ സ്നാക്സൊക്കെ വിൽക്കണ വലിയൊരു ഷോപ്പുണ്ട്. അവിടെ നമുക്ക് സ്നാക്സോ ജ്യൂസോ എന്തൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വാങ്ങാം. പിന്നെ അങ്ങനെ ഞാൻ സെലക്ട് ചെയ്തത് ബൈക്ക് ടാക്സിയാണ്. നമുക്കറിയില്ല അതിൻ്റെ പേരിൽ ബൈക്ക് ടാക്സി പെട്ടെന്ന് എത്തും എന്നുള്ള ലെവലിലാണ് ഞാൻ ബൈക്ക് ടാക്സി ചൂസ് ചെയ്തത്. അപ്പോൾ അങ്ങനെ അവിടെ അടുത്ത് തന്നെയാണ് ഹോട്ടൽ കാണിക്കുന്നത്. പക്ഷെ അവർ 80 ബാത്ത് ചോദിച്ചിട്ടുണ്ട് എന്നോട്. 80 ബാത്ത് ഓക്കെ കൊടുക്കുക എന്നുള്ള ലെവലിൽ ഞാൻ കയറിയിരുന്നു. പറപ്പിച്ച് വിടുന്നുണ്ട് കേട്ടോ. ഒരമ്മച്ചിയാണ് വണ്ടി ഓടിക്കുന്നത്. ട്രാഫിക്കിൽ കിടക്കാണ്. നട്ടുച്ചുണ്ടാ, നല്ല വെയിൽ. ഞാനിപ്പോൾ ബസ് സ്റ്റാൻഡിൽ നിന്ന് ബീച്ച് റോഡാണെങ്കിൽ ഓട്ടോക്ക് 50 ബാത്ത് മതി എന്ന് പറഞ്ഞു. മോട്ടോർ സൈക്കിളിൽ കൊണ്ടുപോകണം. മോട്ടോർ സൈക്കിളിന് പോകണമെന്ന് വെച്ചാൽ ഇതാ നമ്മളെ കുട്ടിയൊക്കെ കണ്ടില്ലേ, വെച്ചിട്ടാണ് പോകണത് കേട്ടോ. 80 ബാത്താണ് പറഞ്ഞേക്കണത്. നമുക്കറിയില്ലല്ലോ മെയിനായിട്ട് എവിടെയാണ്. അതുകൊണ്ടാണ് ഞാൻ 80 ബാത്ത് കൊടുത്ത് പോകണം. ഹോട്ടലിലെത്തി. ചെക്കിങ് പരിപാടിയൊക്കെ കഴിഞ്ഞ് അതിനുശേഷം ഹോട്ടലിൻ്റെ റൂമിലേക്ക് പോവുകയാണ്. ഇതാണ് ഹോട്ടൽ കേട്ടോ, താമസിക്കുന്ന ഹോട്ടൽ. ഈ റൂമിലേക്ക് പോകണം, ഫ്രഷ് ആവണം, അത് കഴിഞ്ഞിട്ട് കുറച്ച് ഉറങ്ങണം. അങ്ങനെ ഞാൻ ഹോട്ടൽ റൂമിൽ എത്തിയേക്കണ്ട. ഇവിടെ എത്തി. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് വൈകിട്ട് ആണ് പോണത് പുറത്തേക്കൊക്കെ. ഭയങ്കര ടയർഡാണ് ഞാൻ. പിന്നെ ഹോട്ടൽ റൂമിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് കാണിക്കുക. വലിയ ഹോട്ടലൊന്നുമല്ല, ചെറിയൊരു ഹോട്ടല്. പുറത്ത് അപ്പുറത്ത് വലിയ കാഴ്ചകളൊന്നുമില്ല. അതായത് നമ്മളെ ബാൽക്കണി എന്ന് പറയുന്നത് ഇതാ കാണിച്ചു തരാം കേട്ടോ. ബാൽക്കണിയിൽ നിന്ന് നോക്കുമ്പോൾ ഈ ഒരു കാഴ്ചയാണ് കാണുന്നത്, കണ്ടില്ലേ? അപ്പോൾ അതാ ഇതാണ് ബെഡ്. പിന്നെ ചെറിയൊരു ടോയ്ലറ്റ്. വലിയ ബെഡാണ് ഞാൻ പറഞ്ഞത്, കണ്ടില്ലേ? വലിയ ബെഡ്. പിന്നെ അത് കൂടാതെ ഒരു ടോയ്ലറ്റ് ഇതാണ് ടോയ്ലറ്റ്. അത്യാവശ്യം സൗകര്യമുള്ള റൂമാണ്. ആദ്യം വലിയ റേറ്റ് ഒന്നും ആയിട്ടില്ല, കണ്ടില്ലേ? 3 ദിവസത്തിന് UAE ദിർഹംസ് 250 ദിർഹംസിന് താഴെ എന്തോ വന്നിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഇനി കുളിച്ച് ഫ്രഷായിട്ട് ഒന്ന് ഉറങ്ങണം. ഉറങ്ങിക്കഴിഞ്ഞതിന് ശേഷം വൈകിട്ട് എണീച്ചിട്ടൊക്കെ പുറത്ത് പോകുള്ളൂ. ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല. പക്ഷേ ഞാൻ ഭയങ്കര ടയർഡായിരുന്നു. ഇപ്പോൾ നല്ല ഉച്ചയ്ക്ക് ഇവിടെ 2:30 ഇവിടെ എത്തിയപ്പോൾ. ഇവിടുത്തെ ബാങ്കോക്ക് ടൈം 2:30 തായ്ലൻഡ് ടൈം. യാത്രാ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത്. ദുബായ് മുതൽ ബാങ്കോക്ക് വരെ ഉള്ളത് പുതിയ നല്ല നല്ല കാഴ്ചകളൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ. ഈ ഒരു രഹസ്യം മറ്റു ബ്ലോഗർമാരൊന്നും നിങ്ങൾക്ക് പറഞ്ഞു തരില്ല. പിന്നെ ഞാൻ അതിൻ്റെ പേരിൽ പറഞ്ഞു തരുന്നതാണ്. ഇവിടെ കണ്ടില്ലേ, ലിറ്റിൽ വാക്ക് എന്ന് പറഞ്ഞിട്ട് കൊടുത്തേക്കാണ്. ഇവിടെ ഒരുപാട് ബ്രാൻഡഡ് ഫുഡ് ഐറ്റംസ്